അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ഷോർട്സ് സമയത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അതിനുള്ള കുറച്ച് ഉത്തരങ്ങളും പിന്നെ നമ്മൾ കുറച്ച് ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ തന്നെ ചായയും കാര്യങ്ങളും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് മക്കളെ രണ്ടാളെ സ്കൂളിൽ വിട്ടിട്ട് കുറച്ചധികം തന്നെ പണി ഉണ്ടായിട്ടോ. പണിയെല്ലാം ഒതുക്കിയിട്ട് വേഗം തന്നെ തുണി നനക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തുണിയെല്ലാം നനച്ചാറിയിട്ടതിന് ശേഷം വേഗം അടുക്കളയിലേക്ക് വന്നിട്ടു. പിന്നെ കുറച്ച് സമയം വെയിലായി കഴിഞ്ഞാൽ തുണി നനക്കാനേ പറ്റൂല കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ അവിടെ നനക്കുന്ന സ്ഥലത്ത്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലും അല്ലേ. അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചു നമ്മളെ കറികളുടെ പരിപാടിയെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെയിലിട്ടാട്ടോ കറിയും കാര്യങ്ങളും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കറിയായിട്ടെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം മനുഷ്യർ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പൊടിമീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ലേശം എടുത്തിട്ട് ഞാൻ മുകളിലിട്ടിട്ട് ഇന്നലെ വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലും ആക്കാലോ വിചാരിച്ചിട്ട് പിന്നെ മുറിച്ച് വെച്ചുകൊണ്ട് വലിയൊരു പണിയില്ല. കൂടെ തന്നെ നമ്മളെ പട്ടലക്കായും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതും എടുത്തിട്ട് പുറത്ത് വെച്ചു കേട്ടോ. പട്ടലക്കായി എന്ന് പറയുന്നത് പടവലത്തിന് നമ്മളിങ്ങോട്ടുള്ള പട്ടലക്കായി എന്നും പറയലുണ്ട്. പടവലങ്ങാന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയല്. അതും വെച്ചു. പിന്നെ ഒരു കഷ്ണം വെള്ളരിക്ക ഉണ്ടായിന്, പിന്നെ പച്ചക്കായി ഉണ്ടായിന്. അത് വന്നേ കൊണ്ടുവന്ന കുറേ ദിവസമായിട്ട് അതവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അതെല്ലാം എടുത്ത് കവിയിട്ട് നല്ല പാങ്ങിൽ മുറിച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടാ. ഈ പട്ടലക്കായും പിന്നെ നമ്മളെ പരിപ്പും കൂട്ടി വെക്കുന്ന കറി റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ പച്ചക്കായ ഉരുക്കിയതും പിന്നെ മീനിലത് പൊരിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ പട്ടലക്കായ് വെക്കുന്നതിന് മുന്നേ അതിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു വെള്ള കളറിലെ സംഭവം ഉണ്ടാകുന്നില്ലേ, അതിങ്ങനെ കത്തി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരണ്ടി കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അത് കറി വെക്കാൻ എടുക്കല്. അപ്പോൾ കറി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. എപ്പോഴും വീട്ടിൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളെ സ്ഥലം എവിടാ, നിങ്ങളെ ഭാഷ എന്തേ ഇങ്ങനെ, നിങ്ങൾ സംസാരിക്കുന്ന മനസ്സിലാവുന്നില്ല, അങ്ങനെയല്ലോ. അതിനുള്ള കുറച്ച് ഉത്തരങ്ങളായാലോ ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ പറയാലോ, നമ്മളെ സ്ഥലം വരുന്നത് കേരളത്തിലെ എന്താ പറയണ്ടേ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള കൊടവലം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇതൊരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അധികം വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഞാൻ സംസാരിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മളെ ഷോർട്സ് വീഡിയോ ഇടുന്ന സമയത്ത് ഏകദേശം 1 മിനിറ്റ് ആ ഒരു സമയപരിധിക്കുള്ളാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം മുഴുവനായി നമുക്ക് പറഞ്ഞു തീർക്കണമെങ്കിൽ കുറച്ച് സ്പീഡിൽ സംസാരിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല. എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നത്. ഈ മലയാള ഭാഷയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല രീതിയിൽ സ്ലാങ്ങിൽ വ്യത്യാസം ഉണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. സ്പീഡ് മാത്രമല്ല സ്ലാങ്ങിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് നമ്മൾ പറയുന്ന പല വാക്കുകളും നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അതെല്ലാവരും പറയലുണ്ട് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചുകൂടെ, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. സാധാരണ പോലെ വർത്താനം പറയുന്ന പോലെ തന്നെയാണ് ഞാൻ വീഡിയോയിലും പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന പോലെ പറയുന്നതല്ലേ കുറച്ചും കൂടി കംഫേർട്ട്, എനിക്ക് കുറച്ചും കൂടി നല്ലത്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിരുന്നു എന്നല്ലേ നിങ്ങളതിൽ അർത്ഥം വരുന്നത്. പക്ഷേ ഞാൻ അവിടെ പോയിരുന്നു എന്നെല്ലാം പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു സ്ലാങ് ആ ഒരു രീതിക്കാണ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് സംസാരിക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അതിനപ്പുറം എനിക്ക് പറയാൻ അറിയുന്നില്ല. പിന്നെ മാത്രമല്ല നമ്മൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇപ്പോൾ കാഞ്ഞങ്ങാട് സംസാര രീതി വേറൊന്നാണ്. നേരെ മറിച്ചിട്ട് അവിടുന്ന് നേരെ കാസർഗോഡൊക്കെ എത്തുമ്പോൾ അവിടുത്തെ ഒരു സംസാര ശൈലി വേറെതാണ്. എല്ലായിടത്തും സ്ലാങ്ങിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ മാത്രമല്ല കേട്ടോ, പിന്നെ ചില വാക്കുകൾ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പടവലങ്ങനെ പട്ടലക്കായി എന്ന് പറയും. അങ്ങനെ ചില കാര്യങ്ങളിൽ വേറെ തന്നെ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ കോവയ്ക്കാനെ ഇങ്ങോട്ട് പറയില്ല കോയക്കാന്നാണ്. അങ്ങനെ ചെറിയ വാക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്കെല്ലാം മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും, നമ്മളതും മനസ്സിലാവലുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോസ് കണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും കേട്ടോ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിലേ വിശക്കുന്നതിന് എന്താ പറയില്ലേ, വിശക്കുന്നു എന്നല്ലാണ്ട് വേറെ വാക്കുണ്ടോ? നമ്മളിങ്ങോട്ട് പൈക്കുന്നതെന്നും പറയലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും ചോദിക്കണം കമൻറ്റിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം കറികളുടെ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പരിപ്പും പിന്നെ നമ്മളെ പട്ടലക്കായും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും പിന്നെ അരക്കഷ്ണം വെള്ളരിക്കയാണ് അത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് തേങ്ങ ഒലിച്ചിട്ട് വരാമല്ലോ വിചാരിച്ചു കേട്ടോ. തേങ്ങ ഒലിച്ചിട്ട് പൊട്ടിച്ചെടുക്കാമല്ലോ വിചാരിച്ചു. പിന്നെ മാത്രമല്ല പച്ചക്കായ ഉണ്ടായിട്ട് കുറച്ച് കൊണ്ടുവന്നു, അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടിയിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ പൊടിച്ചിട്ടാകുമ്പോൾ തേങ്ങയുടെ വെള്ളം കുടിക്കുന്നവരാരെല്ലാം ഉണ്ട് കേട്ടോ. തേങ്ങയുടെ വെള്ളം ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് മുന്നേ തേങ്ങയുടെ വെള്ളം ഇഷ്ടമല്ല, ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് കുടിക്കലും ഇല്ല കേട്ടോ. ഇപ്പോൾ കുടിക്കലുണ്ട്. പിന്നെ തേങ്ങയുടെ വെള്ളത്തെ പൊങ്ങില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ഇതാ ഞാൻ തേങ്ങയെല്ലാം ഒലിച്ചിട്ട് എന്നിട്ട് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കറിയെല്ലാം തിളച്ചിട്ടുണ്ട്. നല്ല വാങ്ങിൽ ഇതാ വെള്ളരിക്കയും പടലക്കായും പരിപ്പും എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കായ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിന്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ മീനില്ലേ നല്ലോണം ഐസെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു മീനാട്ടോ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ മുറിച്ച് വൃത്തിയാക്കി. ഇതിൻ്റെ കൂടെ വേറെ പൊടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഞാൻ ഇന്നലെ വൈകുന്നേരം മുകളിലിട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിൽ ബാക്കിയുള്ള ഞാൻ വിചാരിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഈ മീനിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളെ പറങ്കിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പറങ്കിപ്പൊടി മറ്റേ എരിവില്ലാത്തതും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടാകുന്നില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കുറച്ച് കുരുമുളക് പൊടിയും കൂട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ഈ മസാല എല്ലാം കൂട്ടിയിട്ട് മീനിൽ പെരക്കിയിട്ട് എടുക്കലാട്ടോ ചെയ്യലേ. ഓരോരുത്തരും ഓരോരോ തരത്തിലെ മസാല ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് പൊരിക്കാൻ വേണ്ടി. ചില സമയത്ത് അതിലത്തേക്ക് വെളുത്തുള്ളിയോ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതിടും, അല്ലെങ്കിൽ കരിയാമ്പല ഉണ്ടെങ്കിൽ അതും ഇടും. എങ്ങനെയെങ്കിലായി എല്ലാ തരത്തിലും ഒന്ന് പരീക്ഷിക്കലുണ്ട് കേട്ടോ. അത് അവിടെ പെരക്കിയിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ കായില്ലേ പച്ചക്കായ് നല്ലോണം വെന്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചത്. അതിലത്തേക്ക് കുറച്ച് നമ്മളെ തേങ്ങ ചെരിയതും പിന്നെ കാന്താരിനെ നമ്മളിങ്ങോട്ട് കപ്പപ്പറങ്കിന്നും പറയലുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളിയും കപ്പപ്പറങ്കിയും തേങ്ങയും ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മളെ വെന്ത് വന്ന കായിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം വേവിക്കണം, ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് ഒന്നും കൂടി തേങ്ങയെല്ലാം ഒന്ന് വെന്ത് വരുന്ന വരെ നിൽക്കണം കേട്ടോ. ആ കപ്പ പറങ്കീരെ എരിവെല്ലാം ഒന്ന് നമ്മളെ കായ്ക്കെല്ലാം പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് കറി വാങ്ങുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിയാമ്പലും ഇട്ടിട്ട് കറി വാങ്ങിയിട്ടാ. കടും കരിയാമ്പും വറുത്തിട്ടും കറി ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ എനിക്കെന്തോ മടിയായി, അപ്പം ഞാൻ ഇങ്ങനെ ആക്കും. എങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവലുണ്ട് അത്യാവശ്യം. പിന്നെ കായുപ്പേരി ഞാൻ ഫസ്റ്റേ റെഡിയാക്കി വെച്ച ശേഷം നമ്മളെ കറിയുടെ പരിപാടിയിലേക്ക് പോയിട്ടാ. കായ് ഉപ്പേരി എന്ന് പറയും, വറവ് എന്ന് പറയും, മുരിക്കിയതെന്നും പറയും, അങ്ങനെ എല്ലാം പറയലുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് പല വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറയുന്നതിലും ചില വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളെ പരിപ്പും നമ്മളെ പാട്ടലക്കായും അതെല്ലാം ഇട്ട് വേവിച്ചിട്ടുണ്ടായിട്ടേ അതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൽ കൂട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചത്തേങ്ങ ചെരിയതും മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും കൊത്തമ്പാരിപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മാത്രമല്ല ജീരകവും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒന്നിച്ചിട്ട് അത് വേണം കുറച്ച് ഈ പൊടികളെല്ലാം ഒന്ന് അരഞ്ഞു വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇറക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം ഒന്നിച്ച് തന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഈ പറങ്കിപ്പൊടിയും പിന്നെ കൊത്തമ്പാരിപ്പൊടിയെല്ലാം വേറെ വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഇടുന്ന സമയത്ത് എല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെ. എല്ലാത്തിൻ്റെ അടപ്പിനെ നമ്മൾ മൂടെന്ന് പറയലുണ്ട് കേട്ടോ. അത് കഴിച്ചിട്ട് ഓരോന്നേ ഇട്ട് കൊടുക്കണ്ടേ. എല്ലാം കൂടി ഇട്ട് വെക്കുന്ന ഒരേ പാത്രം ഉണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് തന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് എടുക്കേണ്ട പണിയേ ഉണ്ടായിട്ടും അല്ലേ. അങ്ങനെ ഇതാ കാര്യങ്ങളിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല നൈസായിട്ട് നമ്മളെ അരപ്പ് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മളെ കഷ്ണങ്ങൾ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പിലേക്ക് ആവശ്യമില്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കിയിട്ടാകുമ്പോൾ അതിലത്തെ അരപ്പെല്ലാം റെഡി ആയിട്ട് വരുമല്ലോ, അതും കൂടി ഒന്ന് നല്ല ഭാഗങ്ങളിൽ കുലുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് നമ്മളെ കറീന ഞാനൊന്ന് ഷോർട്സ് വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിട്ട് ഈ ഒരു കറിയുടെ റെസിപ്പി പട്ടലക്കായും പരിപ്പും കൂട്ടിയിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് കൂടി ആട്ടെ ഈ കറിയുടെ റെസിപ്പി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ കറി ഞാനത് തിളക്കാനായിട്ട് നല്ല ഭാഗത്തിൽ തീ കത്തിച്ചിട്ട് ആടെ വെച്ചു. അപ്പോഴേക്ക് കയ്യോടെ തന്നെ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായി. അതപ്പോൾ തന്നെ കവി എടുക്കാമെന്ന് വെച്ചു. അത് ഒന്നിച്ച് തന്നെ കവി എടുത്താൽ ഞാൻ വേഗം പണി വരുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആദ്യമേ അവിടെ കൂട്ടി വെച്ചിട്ട് നിറയും. അപ്പോഴേക്കും നമ്മളെ കറി നല്ല ഭാഗം തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ സമയത്ത് തിളക്കുന്നത് കേട്ടോ. അപ്പോൾ കറി തിളച്ചപാട് അതിനെ ഒന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ കറിയിലേക്കിലെ കടുകും കരിയാമ്പെല്ലാം ഒന്ന് വറുത്തിടണം. പിന്നെ ഞാൻ ഈ കറി വാങ്ങി വെക്കാനെടുത്ത ആ ഒരു സാധനം കണ്ടില്ലേ, അതിൻ്റെ പേര് തരിയാന്ന് പറയും കേട്ടോ നമ്മളിങ്ങോട്ടെല്ലാം. അത് ഇങ്ങനെ എന്താ പറയുക, ഈ മാച്ചിപ്പട്ട എന്ന് പറയുന്നില്ലേ, മാച്ചിപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കവുങ്ങിൻ്റെ പോലെ ഉണ്ടാകുന്നില്ലേ, അതിനോടാണ് ആ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനോട് ഇങ്ങനെ ചുട്ടി കെട്ടി വെച്ചിട്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെ മൺചട്ടിയും അങ്ങനത്തെല്ലാം വാങ്ങിയേക്കാൻ വേണ്ടിയിട്ട് അതന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കൽ. ഇപ്പോൾ പിന്നെ മറ്റേ സ്റ്റീലിൻ്റെ ആ റൗണ്ടുള്ള സാധനം ഉള്ളതുകൊണ്ട് അത് ആരും ഉപയോഗിക്കുന്നുണ്ടായില്ല അല്ലേ. അങ്ങനെ ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ കറി വാങ്ങി വെച്ച പാടന്നെ അതിലേക്ക് വേഗം തന്നെ ദോശച്ചട്ടി എടുത്ത് വെച്ചിട്ട്, ദോശ ഇടുന്ന ചട്ടി വേറെതാണ്, ഇത് മീനെല്ലാം പൊരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴയ ചട്ടിയാണ്. അത് ചൂടായിട്ട് വെച്ചു. എന്നിട്ട് വേഗം കറിക്ക് വറവിട്ട് കേട്ടോ. കറിയിലെ വറവിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കരിയാമ്പലും മാത്രം വറുത്തിട്ടാണ് കേട്ടോ, വേറൊന്നും കൂട്ടുന്നൊന്നുമില്ല. ഇത്രയൊക്കെ മതി. എന്നാലും ഒരു അത്യാവശ്യം ടേസ്റ്റിലെ കറിയാണ്, ഒരു നാടൻ കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കറിക്കെല്ലാം വറുത്തിട്ട് വെച്ച് നമ്മളെ ചട്ടി നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെ മീനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ മീനിന് വലിയ മുള്ളൊന്നുമില്ല, ഇതിന് മുന്നേ ഈ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് പേരൊന്നും കറക്റ്റ് അറിയുന്നുണ്ടായിട്ട് കേട്ടോ. അങ്ങനെ എല്ലാ മീനും എടുത്തിട്ട് പൊരിക്കാനായിട്ട് വെച്ചു. ഇനി ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കാനൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വേണമെങ്കിൽ അവർ ഈ രണ്ടെണ്ണം തിന്നും. അപ്പോൾ പിന്നെ ഒന്നിച്ച് തന്നെ പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീണ്ടും ആദ്യം പൊരിക്കാൻ നിൽക്കണ്ടല്ലോ അല്ലേ. അങ്ങനെ മീനെല്ലാം പൊരിക്കാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്ക് ഇതാ എനിക്ക് കവുകാൻ വേണ്ടി ആദ്യം 2 പാത്രം കിട്ടിയിട്ടാ. നമ്മളെ മീൻ പെരക്കിയ പ്ലേറ്റ് ഉണ്ടാകുന്നില്ലേ മസാല, അത് പെരക്കിയ പാത്രം കഴുകി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ കടുകും കരിയാമ്പും വറുത്ത്
ആ ഒരു വാരുള്ളി പോലത്തെ ചട്ടി ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ ഒന്നിച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറീനെ ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഈ കറി ചാറ് കറി മാറ്റി വെച്ചു, നമ്മളെ ഉപ്പേരി കറി അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മളത് ആ മീനെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനൊന്ന് മറിച്ചിടാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ മീൻ മറിച്ചിടുമ്പോൾ എല്ലാ മീനും പൊടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെ ആവലുണ്ട്, അത് ഈ ദോശച്ചട്ടിയിൽ പൊരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അങ്ങനെ ആവലുണ്ട് കേട്ടോ. മീനെല്ലാം എന്തോ ഭാഗ്യത്തിന് പൊടിഞ്ഞിട്ടൊന്നുമില്ല, നേരെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മളെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് വിളമ്പിയിട്ടുണ്ട്, നമ്മളെ ഉപ്പേരി വിളമ്പിയിട്ടുണ്ട്, നമ്മളെ ചാറ് കറിയും കൂടി വിളമ്പുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മീൻ പൊരിച്ചതും കൂടി റെഡി ആയിട്ടുണ്ട്, അതും കൂടി അതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ഷോർട്സിനില്ലേ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല എല്ലാവരും എന്നോട് ചോദിച്ച വേറൊരു ചോദ്യം ഉണ്ട്, നിങ്ങളെന്താ എപ്പോഴും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്ലേറ്റിലേക്ക് ചോറും കറികളെല്ലാം വിളമ്പിയിട്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഷോർട്സ് വീഡിയോസ് എടുക്കൽ ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചോറും കൊണ്ട് നേരെ പോകും. ഇറയൊന്നും നമ്മൾ പറയും കേട്ടോ, ടി വി വെക്കുന്ന സ്ഥലമാണ്. ഇറയത്ത് പോയിട്ട് ഇതിൽ ടി വിയും വെച്ചിട്ട് സമാധാനത്തിൽ ഇതുപോലെ ചമ്മടവളം ഇരുന്നിട്ടാട്ടോ ഞാൻ ചോറ് കഴിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ ഒരു സുഖമില്ല കേട്ടോ. ഞാൻ നിന്നിട്ട് ചോറ് കഴിക്കുന്ന വേറെ എന്തല്ല, ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും എണീക്കേണ്ടേ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.